ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇതൊന്നും ആരും പറയൂല, സത്യമായിട്ടൊന്നും പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. എനിക്ക് അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടു. നമ്മൾ ഫേമസ് ആയി ഇങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ കുലിസിത പ്രശ്നങ്ങൾ പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമസ്കാരം, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ശ്രീലക്ഷ്മി അറയ്ക്കലിൻ്റെ വീഡിയോ ഒന്ന് കാണേണ്ടത്. അത് ഒരു ഇൻ്റർവ്യൂ ആണ്. കഴിഞ്ഞ തവണ ഒരു ഇൻ്റർവ്യൂ കാണുകയുണ്ടായി. അതിൽ ഭയങ്കര കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഭയങ്കരമായിട്ട് സന്തോഷവതിയാണ്. കാരണം സെക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ വാ തോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സെക്സ് ആണ്, അതാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂസലുമില്ല. പിന്നെ ഫിസിക്സ് ടീച്ചറാണ്. പിന്നെ ഇതുപോലെ സെക്സിനെ കുറിച്ചിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അതുപോലെ കുറേ വിഡ്ഢിത്തരങ്ങളാണ് ഇന്നും ഇതിലൂടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് വിഡ്ഢിത്തരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കത്തില്ലേ, എന്തോ ഓവുലേഷൻ സമയത്ത് സ്ത്രീകൾക്ക് എല്ലാ ആൾക്കാർക്കും സെക്സ് ചെയ്യണം എന്ന് തോന്നും. ഭയങ്കര എന്താ പറയുക, ഈസ്ട്രജന എന്തോ ഒരു സംഭവം കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരാളെ പറയാം, അത് താൻ പറയുന്നുണ്ടെങ്കിൽ തനിക്ക് പറയാം. പക്ഷെ അത് എല്ലാ സ്ത്രീകളെയും ഇങ്ങനെ അടിച്ചമർത്തി അവരും ഇതുപോലെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരും ഇതുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്ന് മാത്രം പറയരുത്. സ്വന്തമായിട്ട് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് പറഞ്ഞു തീർക്കുക. എന്തായാലും ലക്ഷ്മി അറയ്ക്കൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കേട്ടിട്ട് വരാം. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മളത് ഭയങ്കരമായിട്ട് എനിക്ക് അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ. അപ്പോൾ ഇത് നമ്മുടെ സ്ത്രീകളായും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ ഇവർ പറഞ്ഞുകൊണ്ട് കൂട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ആരെ കിട്ടിയാലും, അതായത് വഴി കൂടെ പോകുന്ന ഇനി ഒട്ടനായിട്ടുള്ള ആൾക്കാരെ പോലും കിട്ടിയാൽ പോലും അവർ വെറുതെ വിടത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അതായത് എനിക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലും, അതായത് ആര് ഈ റോഡിൽ കൂടെ പോകുന്ന ആരാണെങ്കിലും എന്താണെങ്കിലും എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നതിൽ സ്വന്തം കാര്യം മാത്രം പറയുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ എടുത്തിടാണ്ടിരിക്കുക. കാരണം നിങ്ങൾ പറയുന്ന രീതിയിലുള്ള എല്ലാ സ്ത്രീകളും അങ്ങനെയുള്ള ആൾക്കാരല്ല. അങ്ങനെയുള്ളവർ കാണുമായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളവരാരും അങ്ങനെ ഇല്ല. അപ്പോൾ സ്വന്തം താല്പര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് കുറച്ച് നിർത്തിയാൽ നന്നായിരിക്കും. എന്താ അല്ലേ. എന്തായാലും ഇവർ തന്നെ കഴിഞ്ഞ വീഡിയോസിൽ വന്നിട്ട് ഭയങ്കര പൊട്ടിക്കരച്ചിലായിരുന്നു. എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്, ഇങ്ങനത്തെ പേര് വിളിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു. വല്ലാത്തൊരു സംഭവം തന്നെ. എന്തായാലും ബാക്കി കേൾക്കാം. ലക്ഷ്മി അറയ്ക്കൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ശ്രീലക്ഷ്മി അറയ്ക്കൽ പറയുന്നത് ആരെ വേണമെങ്കിലും പിടിച്ച് കയറ്റും എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും ഫ്രസ്ട്രേഷൻ ആണ് ശരീരത്തിന് വരുന്നതെന്നാണ് പറയുന്നത്. ഭർത്താക്കന്മാര് കൊണ്ടുവരുമ്പോഴും, അതായത് ഭർത്താക്കന്മാര് കൊണ്ടാക്കിട്ട് ഇത്ര ഭയങ്കര പൈസ കേട്ടോ. ആണുങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇതിന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞു ഞാൻ റെഡി എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അതങ്ങനെ അത്രയും ഈസി അല്ല പരിപാടി. എനിക്കറിയത്തില്ല ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെന്ന്. അതായത് ഈ ജോലിയോട് ഒരു പാഷൻ വേണം. അതായത് ഈ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമുണ്ടല്ലോ, അതായിരിക്കും ഇവർ ആവശ്യപ്പെടുക. അതായത് എല്ലാ ടൈപ്പ് സെക്സും ചില ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. മെയിൻ ആയിട്ട് ഈ എന്നൊക്കെ പറയുന്ന പരിപാടിയുണ്ട്. എനിക്കറിയത്തില്ല ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെന്ന്. അപ്പം അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ കുറെ ടെക്നിക്കുകളും ഇതൊക്കെ ഇഷ്ടം വേണം ചില കാര്യങ്ങൾ ചെയ്യാൻ. അത് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ. ഇതാണ് മെയിൻ. ഞാൻ ചോദിച്ചു സ്ത്രീകൾ എന്താ കൂടുതൽ ആവശ്യപ്പെടുന്നതെന്ന്. അപ്പോൾ ആ പുള്ളി പറഞ്ഞു ഇതാണെന്നൊക്കെ. എന്നിട്ട് കുറേ ആൾക്കാരുടെ ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നു. അസ്ലം അർലിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അസ്ലം അർലി എല്ലാവർക്കും അറിയായിരിക്കും, യൂട്യൂബിലാണ് കൂടുതലും സെക്സ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടും പീരീഡ്സ് അങ്ങനെയുള്ള സംഭവത്തെ കുറിച്ചിട്ടാണ് ആൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ എന്തായാലും ആ ഒരു വ്യക്തിക്ക് അറിയായിരിക്കും. അപ്പോൾ ഈ ഒരു ശ്രീലക്ഷ്മി അറയ്ക്കലിൻ്റെ വീഡിയോ കണ്ടപാടെ തന്നെ അതിനടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അഭിപ്രായം പറയാമല്ലോ. അപ്പോൾ ഈ ശ്രീലക്ഷ്മി അറയ്ക്കൽ പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാ സ്ത്രീകളെയും അടിച്ചമർത്തുന്ന രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അസ്ലം അർലി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം. സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ഒരു മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, അതും ഓവുലേഷനെ കുറിച്ചിട്ട്. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇതൊന്നും ആരും പറയൂല, സത്യമായിട്ടൊന്നും. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റബോധം പഠിക്കും. വിളിച്ചാലോ എന്ന് കഴിയും, പക്ഷെ വിളിക്കില്ല. വിളിച്ച നമ്മളെ
ഞാൻ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്, പത്തിന്ന് പോകും, പക്ഷെ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ റെസ്പോൺസിബിൾ ആവണം. നമ്മൾ വായ തോന്നിയൊന്നും വിളിച്ചു പറയരുത്. ഇതിപ്പോൾ നിങ്ങളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം ആണ്. ഒരു ഓവുലേഷൻ ടൈമിൽ ഓക്കെ, ഈ പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഓവുലേഷൻ ടൈമിൽ സെക്സിനുള്ള ഇഷ്ടം വളരെ കൂടുകയും ആര് വേണമെങ്കിലായിട്ട് സെക്സ് ചെയ്യാനും പറ്റും എന്നൊക്കെ പറയണത് ഓക്കെ, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, ഒരു പ്രശ്നമല്ല, അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. പക്ഷേ വിവാഹം കഴിയാത്ത സ്ത്രീകൾ, പാർട്ട്ണർ ഇല്ലാത്ത സ്ത്രീകൾ, എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്തത് ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കരുത്. ഓവുലേഷൻ ടൈമിൽ ഒരു ടെമ്പററി ലിബിഡോ കൂടും എന്നുള്ളത് ശരിയാണ്. ഒരു സെക്ഷൽ ഫീല് ആ ഒരു ടൈമിൽ ഹോർമോണിന്റെ ചേഞ്ചസ് എല്ലാം കാരണം ഓവുലേഷൻ ടൈമിൽ കൂടും. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കണ്ണി കാണുന്ന എല്ലാ ആൾക്കാരെയായിട്ടും സെക്സ് ചെയ്യാൻ തോന്നും എന്നല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓവുലേഷൻ ടൈമിൽ എനിക്ക് റാൻഡമായിട്ട് വന്ന് സ്വിഗ്ഗി കൊണ്ടുവരുന്ന ചാറ്റിനോട്, അല്ലെങ്കിൽ വീട്ടിലൊരു ഇലക്ട്രീഷ്യൻ വരുന്ന ആളോട്, വഴി പോകുന്ന ഒരാളോടൊക്കെ എനിക്ക് സെക്സ് ചെയ്യാൻ തോന്നും. എന്താണ് അത്? എല്ലാ സ്ത്രീകളുടെയും കാര്യമല്ല കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ സ്ത്രീയുടെ കാര്യമാണ് പറയുമെങ്കിൽ ഓക്കെ ഫൈൻ. ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ പ്രിഫറൻസ്, കൺസെൻറ്റ്, സേഫ്റ്റി, ബൗണ്ടറീസ്, ഇതെല്ലാം കൂടിയിട്ടുള്ള, അല്ലാണ്ട് ഏതെങ്കിലും ഒരു റാൻഡം ഗൈനോട് തോന്നുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അട്രാക്ഷനെയും ഓവുലേഷനെയും ഒന്നും കൂട്ടി മിക്സപ്പ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. ഹോർമോൺസ് ചിലപ്പോൾ ഡിസയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം എന്ന് വെച്ചിട്ട് അത് നമ്മളെ സ്റ്റാൻഡേർഡ്സ് ഇല്ലാതാക്കുന്നില്ല. നമ്മളുടേതൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, അത് ഇല്ലാതാക്കുന്നില്ല ഒരു ഓവുലേഷൻ ടൈമിൽ. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യമായിട്ട് സംസാരിക്കുക, ഒരിക്കലും ബാക്കിയുള്ള സ്ത്രീകളെയും കൂടി അതിൽ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ അസ്ലാമാനെ പറഞ്ഞത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. എല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് എല്ലാ സ്ത്രീകളെയും പറയേണ്ട, സ്വന്തം താല്പര്യമാണെങ്കിൽ, സ്വന്തം ഇഷ്ടമാണെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി. അല്ലാണ്ട് എല്ലാ സ്ത്രീകളെയും ഇങ്ങനെ കൂട്ടിക്കലത്തേണ്ട കാര്യം ഇല്ല എന്നാണ് ആ ഒരു വ്യക്തിക്ക് കൊടുത്തൊരു മറുപടി. അപ്പോൾ എന്താ പറയുക, ഇവരൊക്കെ എന്ത് പേര് പറയും? ഇവർ കഴിഞ്ഞ തവണത്തെ ഇന്റർവ്യൂസ് ഭയങ്കര കരച്ചിലായിരുന്നു. എൻ്റെ അമ്മ അങ്ങനെ ആയിരുന്നു, കഷ്ടപ്പെട്ടായിരുന്നു, പിന്നെ അച്ഛൻ നോക്കാനില്ലാണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഭയങ്കര കരച്ചില്. പിന്നെ എന്നെ ആ പേരെന്തിനാ അങ്ങനെ വിളിക്കുന്നു, ഈ പേരെന്തിനാ ഇങ്ങനെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഭയങ്കര സങ്കടം പറിച്ചിട്ട്. പക്ഷേ ഇപ്പം ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട്, ഈ ഒരു വിഷയം, അതായത് സെക്സ് ഇങ്ങനെയുള്ള സംഭവത്തിനെ കുറിച്ചിട്ട് ഉള്ള ഇന്റർവ്യൂസ് ആണെങ്കിൽ വാ തോരാതെ ഇങ്ങനെ സംസാരിക്കും. ഇതാണ് ഇവരുടെ താല്പര്യം. വാ തോരാതെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ മടുപ്പ് തോന്നത്തില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ശ്രീലക്ഷ്മി അറയ്ക്കലിനോട് പറയാനുള്ള കാര്യം, ഈ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിളിച്ച് പോകുന്നുണ്ടല്ലോ, അത് ആദ്യം നിർത്താൻ ശ്രമിക്കുക. കാരണം താങ്കൾ ഇങ്ങനെ ഒരാളാണ് എന്ന് വിചാരിച്ചിട്ടും, താങ്കളുടെ കുടുംബത്തിലെ ആൾക്കാർ ഇങ്ങനെ ആണ് എന്ന് വിചാരിച്ചിട്ടും മറ്റുള്ള സ്ത്രീകളെ ഇങ്ങനെ ആണ് എന്ന് അടിച്ചമർത്തി പറയാൻ ഒരു യോഗ്യതയില്ല, ഒരു അവകാശമില്ല. എന്തായാലും ശ്രീലക്ഷ്മി അറയ്ക്കലിനെ ലെക്കും ബ്രേക്കും ഇല്ലാണ്ട് വായിൽ തോന്നുന്നതൊക്കെ ഇങ്ങനെ പറയണം. കുറച്ച് ഫേമസ് ആവണം, കുറച്ച് ആൾക്കാർ, അതായത് ഒരു സെലിബ്രിറ്റി അല്ലായിരുന്നു എങ്കിൽ താൻ കാണുന്ന ആൾക്കാരുടെ മുഴുവൻ പോകുമായിരുന്നു, വിളിച്ചു വരുത്തുമായിരുന്നു എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. എന്താ അല്ലേ, ഇവരുടെ ഒരു ടീച്ചറാണെന്ന് പറയുന്നു, ഒരു ഫിസിക്സ് ടീച്ചറാണെന്ന് പറയുന്നു, സ്വന്തം അച്ഛൻ ഇട്ടിട്ട് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അറിയാന്നുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാ തോരാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.